അതെ, ഇത് നമ്മുടെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയ ഐറ്റമാണ് ഈ പുത്രഗ്ലൂ. പൊട്ടിച്ചോർ ലഡു. ഇതെൻ്റെ രണ്ടാമത്തെ ലഡുവാണ്. അത്ര നൈസാണ്. ഇതാ പൊട്ടിപ്പോകുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ബാക്കർവാടി ഇവിടെ അവൈലബിൾ ആണ്. ഇതേ പൂനെ ഫേമസ് ചിറ്റ്ലെ ബിന്ദു കാജു കട്ട്ലി ഇവിടെ അവൈലബിൾ ആണ്. ഇതേ ഗുജറാത്തിൻ്റെ ബറൂച്ച് പീനട്സും ഉണ്ട്. ഖാക്ര. നമ്മുടെ തിരുവനന്തപുരത്ത് ബൈറ്റ്സ് ഓഫ് ഭാരത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് സ്വീറ്റ് കടയാണ് കേട്ടാ. കേരളത്തില് ഇങ്ങനെ ഒരു സ്വീറ്റ് കട കാണത്തില്ല. എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കിട്ടുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടും ഒതന്റിക്കും ആയിട്ടുള്ള സ്വീറ്റ്സ് ആൻഡ് സ്നാക്സിന്റെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഭക്ഷ്യ ബൈറ്റ്സ് ഓഫ് ഭാരത് സ്റ്റാർട്ട് ചെയ്തത്. അതെ, അടുത്തത് വേൾഡ് ഫേമസ് സ്വീറ്റ് ആണ് ശ്രീവില്ലിപുത്തൂറിന്റെ പാൽക്കോവ. തമിഴ്നാട് GI ടാഗ് കിട്ടിയ ഒരേ ഒരു സ്വീറ്റ് ആണ്. അതും ശ്രീ വെങ്കടേശ്വര വിലാസിന്റെയാണ് ഈ പാൽക്കോവ. അതുപോലെ ഇതേ സോനുപാപ്പടി സെക്ഷനിൽ കറാച്ചി ബേക്കറിയുടെ മാത്രം സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, റോസ് സോനുപാപ്പടി. അതും ബൈ 1 get 1 ഫ്രീ ആണ്. സംഭവം വിട്ടുമല്ലോ നമ്മുടെ തിരുനെൽവേലി ഹൽവ. പുത്രഗ്ലൂ ഒരു ആന്ധ്ര സ്വീറ്റ് ആണ് കേട്ടാ. ഇതിനർത്ഥം പൂക്കളോ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ഫുൾ ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതെ, വേൾഡ് ഫേമസ് ബിസ്ക്കറ്റ്സ് എന്ന ടാഗ് ലൈൻ ഉപയോഗിക്കുന്ന ഒസ്മാനിയ ബിസ്ക്കറ്റ്സ്, കറാച്ചി ബിസ്ക്കറ്റ് എന്ന് പറയാം കേട്ടാ. ചിക്കി ചിക്കി നമ്മുടെ കപ്പലണ്ടി മിഠായാണ്. സാത്തൂർ മിഠായി കടയുടെയാണ്. അതും നോർമൽ നമ്മുടെ കപ്പലണ്ടി മിഠായി ഉണ്ട്, അതെ അരച്ച ടൈപ്പും ഉണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സ്വീറ്റ് കരം കോഫി. ഇത് നമ്മുടെ ചെന്നൈ അല്ലേ? ചെന്നൈ ബ്രാൻഡാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഇവർക്ക് വനസ്പതി ഇല്ല, പോം ഓയിൽ ഇല്ല, മൈദയില്ല. പ്യുവർ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് ഹോം മെയ്ഡ് പോലെ ചെയ്യുന്ന ഒരു സ്നാക്സ് ബ്രാൻഡാണ്. ഇന്ത്യൻ ഫ്ലേവേഴ്സിൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം പൂജപ്പുഴയിലെ ശ്രീറാം കോക്കനട്ട് ഓയിൽ ഫേമസ് ആണ്. അതിവിടെ ഉൾപ്പെടുത്തി. സന്തോഷമായിട്ടാ. ഇപ്പൊ ഈ കറാച്ചി ബിസ്ക്കറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫ്രാഞ്ചൈസി എടുത്തതാണ്? ഫ്രാഞ്ചൈസി അല്ല, നമ്മൾ അവരെ വിളിച്ച് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അത് മാത്രമായിരുന്നു ഒരു ചാലഞ്ച്. കാരണം അവർക്ക് ഇതൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ്. അവർക്ക് ബൾക്കായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ കോൺസെപ്റ്റ് അവരെ മനസ്സിലാക്കി ഇതാണ് നമുക്ക് ആവശ്യം. ഒരുപാട് എടുത്തു വെക്കാനും പറ്റില്ല, ഫുഡിന് എക്സ്പയറി പീരീഡ് ഉണ്ട്. അതുകൊണ്ട് അത് ഒരു ചാലഞ്ച് ആയിരുന്നു. പല ഓണേഴ്സിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഇത്ര ക്വാണ്ടിറ്റി ആണ്, ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് തരുന്ന എല്ലാ സപ്ലൈസും മിനിമം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവർ എത്തിച്ചു തരുന്നു. എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ പല ബിസിനസ്സും ഉണ്ട്. ഇപ്പോൾ സ്വീറ്റ്സ് എന്തൊക്കെ ചെയ്യാം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇത് എല്ലാം ഒരു കുടക്കീഴിൽ ഇന്ത്യയിൽ, അത് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യ മൊത്തമുള്ള സംസ്ഥാനങ്ങളിലെ സ്വീറ്റ്സ് ഒരു കുടക്കീഴിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരു ആഹാരപ്രേമിയും കൂടെയാണ്. അത് തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ ഫേമസ്, ഇപ്പം പറഞ്ഞ പോലെ കറാച്ചി ബിസ്ക്കറ്റ്സ് ഹൈദരാബാദിലെയാണ് ഫേമസ് ആയിട്ടുള്ളത് അല്ലേ, വേൾഡ് ഫേമസ്. അതുപോലെ തന്നെ ശ്രീവില്ലിപുത്തൂരിലെ പാൽഗോവ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ പോയി മേടിക്കാം. പലരും ആ മോഡലിലാണ് ഇവിടെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആയല്ലേ. എന്തായാലും ഒരുപാട് പേര് വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം. പല സ്വീറ്റ്സ്, പല സംസ്ഥാനങ്ങളിലെ സ്വീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇനിയും ഈ 16-ന് പുറമെ ഒരുപാട് സംഭവങ്ങൾ വരാൻ പോവുകയാണ്. ബിക്കാനർ സ്വീറ്റ്സും ഉടനെ വരും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കണം. KC ദാസ് റസഗുള, കൽക്കട്ട. അതെ, അത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബ്രാൻഡ്, ഈ KC ദാസ് പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതൊക്കെയാണ്? കറാച്ചി ബേക്കറി ഉണ്ട്, അട്പു, ലാൽ സ്വീറ്റ്സ്, വെങ്കടേശ്വര വിലാസ്, സ്വീറ്റ് കാരം കോഫി, നേറ്റീവ് സ്പെഷ്യൽ, വിജയ കരടുണ്ട്, ലക്ഷ്മി സ്വീറ്റ്സ്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പക്ക ട്രഡീഷണലി മാനുഫാക്ചർ ചെയ്യുന്ന ബ്രാൻഡ്സ്. നമ്മൾ പല റീൽസിലാണ് ഇതൊക്കെ കാണുന്നത്. അതും സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത്, അതും കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഷോപ്പ്, ഭാരത് ബൈറ്റ്സ് ഓഫ് ഭാരത്. ബൈറ്റ്സ് ഓഫ് ഭാരത് ഇന്ത്യൻ ഫ്ലേവേഴ്സ്. അപ്പോൾ ഭക്ഷ്യ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രം അറിയാലോ നിങ്ങൾക്ക്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റിനും മധുരവും വെജിറ്റേറിയൻ ഡിഷസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ തന്നെ നമ്മുടെ വാഴപ്പള്ളിയിൽ ഭക്ഷ്യ ബൈറ്റ്സ് ഓഫ് ഭാരത്, തിരുവനന്തപുരം കിഡിലോൾസ്കി.